ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ പദ്ധതികൾ ഗുണഭോക്താക്കൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി OR കേളു. എക്സ് സർവീസ് ലീഗ് 60ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 14 ശനിയാഴ്ച മഹാറാലിയോടുകൂടി തുടക്കമാകും. $120 കോടിയുടെ പദ്ധതികളുമായി ഹെൽപ്പിംഗ് ഹാൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് തിരുവമ്പാടിയിൽ തുടക്കമാകുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷവരവ് ശ്രദ്ധേയമായി. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. സർക്കാർ പദ്ധതികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി OR കേളു. കട്ടിപ്പാറ ചമ്മൽ അംബേദ്കർ ഗ്രാമ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ 2021-22 വർഷത്തെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച കട്ടിപ്പാറ ചമ്മൽ അംബേദ്കർ നഗറിന്റെ ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. 1 കോടി രൂപ വിനിയോഗിച്ചാണ് അംബേദ്കർ നഗറിലെ വികസന പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. വീടുകളുടെ റിപ്പയർ, ഗതാഗത സൗകര്യ വികസനം, സാംസ്കാരിക നിലയ നിർമ്മാണം, പരിസര സൗന്ദര്യവൽക്കരണം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് നാട് വേഗത്തിൽ വളരുകയാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ഇതിനൊപ്പം ഉയർത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അംബേദ്കർ നഗറിന്റെ പ്രവൃത്തി ഉദ്ഘാടന കർമ്മം ശ്രീമാൻ ഇത് പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നാടിൻ്റെ വളർച്ചയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നാടിൻ്റെ വളർച്ച വരുമ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ച, ഒരു കുടുംബത്തിൻ്റെ വളർച്ച, ഒരു പ്രദേശത്തിൻ്റെ വളർച്ച, ഒരു പഞ്ചായത്തിൻ്റെ വളർച്ച, അങ്ങനെ പോകും. അപ്പം ഈ നാട് ഇങ്ങനെ വളരുമ്പോൾ ഈ അടിസ്ഥാന വിഭാഗവും അതിനോടൊപ്പം വളരണം. അവരാടി ചാടിച്ച് വളരാൻ പറ്റുമോ? അങ്ങനെ വന്നാൽ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞതുപോലെ അത് സമ്പൂർണ്ണമാവില്ല. അപ്പോൾ അവരുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേക പദ്ധതി എന്ന നിലയ്ക്ക് അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി എന്ന നിലയ്ക്ക് 2016 രൂപം കൊടുക്കുകയും ഇന്ന് കേരളത്തിൽ ഓരോ വർഷവും ഇത്തരത്തിലുള്ള 100 ഉന്നതികളാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അംബേദ്കർ നഗർ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മംഗലത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് ജോസ്, കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന ടീച്ചർ, വൈസ് പ്രസിഡന്റ് പ്രേംജി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ദേശീയ വോട്ടേഴ്സ് ദിനാചരണം കോഴിക്കോട് നടന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല അവാർഡുകളും വിതരണം ചെയ്തു. ദേശീയ വോട്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കോളേജുകൾ, BLOമാർ, ഇലക്ഷൻ ഓഫീസർമാർ തുടങ്ങിയവർക്കുള്ള ജില്ലാതല അവാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. And I think നമ്മൾ കോഴിക്കോടിലെ എല്ലാ അവാർഡ്സിന്റെ നിങ്ങൾ നോക്കുമ്പോൾ we will be reading it out also that we have done exceedingly well in voter awareness. And അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ELC colleges, അവരുടെ representative students. And I think that is what Kozhikode has very rightly been awarded this award for being one of the best in terms of voter awareness. Any award state level recognition kitty, that is also because of the beautiful team and the great work that you all have done. But number no a vibrant system undi. I am very positive that it actually leads to more and more young voters involvement. That is the first target we're missing about voter awareness.
സംസ്ഥാനത്തെ മികച്ച ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ELC കോർഡിനേറ്റർ ഡോക്ടർ നിജീഷ് ആനന്ദ്, BLO KM രാജേഷ്, ELC അംബാസിഡർ PG ആകാശ്, ELCയായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂരപ്പൻ കോളേജ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സബ് കളക്ടർ ഗൗതം രാജ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S മോഹനപ്രിയ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ, LR ഡെപ്യൂട്ടി കളക്ടർ PN പുരുഷോത്തമൻ, വിജിലൻസ് ഡെപ്യൂട്ടി കളക്ടർ P ശാലിനി, DM ഡെപ്യൂട്ടി കളക്ടർ M രേഖ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എക്സ് സർവീസ് ലീഗ് 60ാം വാർഷികം ഫെബ്രുവരി 14-ന് കോഴിക്കോട് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് മഹാറാലിയും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. 1965 രൂപം കൊണ്ട ഈ സംഘടന ഇന്ന് 60ന്റെ നിറവിലാണ്. ഇതിനോടനുബന്ധിച്ച് ഫെബ്രുവരി 14-ാം തീയതി നടക്കുന്ന കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും പുറപ്പെടുന്ന മഹാറാലി കോഴിക്കോട് ബീച്ചിൽ NRR വർമ്മ രാജാ നഗർ എന്ന നാമകരണം ചെയ്ത ഫ്രീഡം സ്ക്വയറിൽ പൊതുസമ്മേളനം നടക്കുകയാണ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് 14-ന് വൈകിട്ട് നഗരത്തിൽ വിമുക്ത ഭടന്മാരുടെ മഹാറാലിയും തുടർന്ന് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുസമ്മേളനവും നടക്കും. വൈകിട്ട് 3:30-ന് മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന മഹാറാലിയിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കേണൽ P ജയദേവനും ജനറൽ സെക്രട്ടറി SK അജികുമാറും അറിയിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാനോ സമരം ചെയ്യാനോ ഉള്ള പരിചയം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്രാണ്ട് വൈകിക്കാൻ പറ്റുമോ അത്രാണ്ട് വൈകിക്കുകയാണ് ഗവൺമെന്റുകൾ. റാലി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലി നഗരം ചുറ്റി ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ എത്തിയ ശേഷം നടക്കുന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംഘടനയുടെ 60ാം വാർഷികം ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് പ്രസിഡന്റ് റിട്ടയർഡ് ബ്രിഗേഡിയർ ഇന്ദർ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. വിവിധ യുദ്ധങ്ങളിൽ സുദീർഘ സേവനം നടത്തി ഗാലന്ററി അവാർഡ് നേടിയ ധീര സൈനികരെ സമ്മേളനത്തിൽ ആദരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ അവകാശ പത്രിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ നിയമസഭാ ഇലക്ഷനിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു സൂചന നൽകുകയാണ്. വിമുക്തഭടന്മാർ വിചാരിച്ചാൽ ഒരാളെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ തോപ്പിക്കാൻ മസ്റ്റായിട്ട് കഴിയും എന്ന് ഞങ്ങൾ എത്ര ശക്തമുള്ളതാണെന്നും 1 ലക്ഷത്തിൽ പരം മെമ്പർഷിപ്പുള്ള വിമുക്തഭടന്മാരെയും അതിൽ അത്ര തന്നെ വീർനാരികളും മകളാവിങ്ങുള്ള ഒരു മഹത്തായ വലിയ സംഘടനയാണ്. അപ്പോൾ ഞങ്ങൾ ഈ അവകാശ പത്രിക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനെ പറ്റിയുള്ളത് ഇന്ത്യൻ എക്സസറി മുഖാന്തരം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി LIC ജീവനക്കാരും ഏജന്റുമാരും പണിമുടക്കി. പണിമുടക്കിയ ഏജന്റുമാരും ജീവനക്കാരും മാനാഞ്ചിറ പരിസരത്ത് പ്രകടനം നടത്തി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, LICയിൽ ക്ലാസ് 3-4 തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 100% വർദ്ധിപ്പിച്ച യൂണിയൻ സർക്കാർ നടപടി പിൻവലിക്കുക, LICയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തുക, LICയുടെ തുടർ ഓഹരി വിൽപ്പന ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LIC ജീവനക്കാരും ഏജന്റുമാരും ദേശീയ പണിമുടക്കിന്റെ ഭാഗമായത്.
ദേശീയ പണിമുടക്ക് ദിനത്തിൽ കോഴിക്കോട് ഡിവിഷന് കീഴിലെ LIC ഓഫീസുകളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല. പണിമുടക്കിയ ജീവനക്കാരും ഏജന്റുമാരും LIC ഓഫീസുകളിൽ പ്രകടനം നടത്തി. LIC എംപ്ലോയീസ് യൂണിയൻ, LIC പെൻഷനേഴ്സ് അസോസിയേഷൻ, LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത്. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് നടന്ന പണിമുടക്ക് റാലിക്ക് TC ബസന്ത്, R അർജുൻ, PT ആഷിഖ്, K നിഷ എന്നിവർ നേതൃത്വം നൽകി. SZIEF ജോയിന്റ് സെക്രട്ടറി IK ബിജു പണിമുടക്ക് റാലി ഉദ്ഘാടനം ചെയ്തു. LIC EU ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷനായിരുന്നു. വത്സകുമാർ, PK മോഹനൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നരിക്കുനി പഞ്ചായത്തിലെ മൂർക്കൻകുണ്ടിൽ മധുരക്കിഴങ്ങ് വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മൂർക്കൻകുണ്ടിൽ മധുരക്കിഴങ്ങ് വിളവെടുപ്പ് നടത്തി. കർഷകനായ വടക്കയിൽ ബാബു നട്ടുവളർത്തിയ മധുരക്കിഴങ്ങ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല നിർവഹിച്ചു. കൃഷി ഓഫീസർ അനുശ്രീ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സലീം, വാർഡ് അംഗങ്ങളായ നിഷ EV, അപർണ നടുവിലിടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നടത്തിയതാണ്. പിന്നെ അതിങ്ങനെ ക്രമേണ എല്ലാ സ്ഥലത്തും വ്യാപിപ്പിച്ചു. ഇൻഷുറും ചെയ്തിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയുണ്ട്, എല്ലാം കൂടിയായിട്ട് നടത്തിയതാണ്. അപ്പൊ 100 മേനി വിളവെടുപ്പ് എന്താണ് പ്രതീക്ഷ. പ്രചോദനം കൃഷിഭവനും ആണ്. കൃഷിഭവന്റെ ഉപദേശങ്ങൾ വരുന്നുണ്ട്. അവര് കൂടെ തരുന്നുണ്ട്. പിന്നെ വളപ്രയോഗം ഒന്നും, ജൈവവളം ഒന്നും, രാസവളം ഒന്നും ചെയ്തില്ല. 3 മാസത്തെ. ഇത് ആദ്യത്തെ ഇതാണ്. മറ്റേ കപ്പ, ചേമ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാടം കാർഷിക കൂട്ടായ്മ ഭാരവാഹികളായ ഹരിദാസൻ, പുതുശ്ശേരി മനോജ്, 4-ാം വാർഡ് വികസന സമിതി കൺവീനർ രവി വടക്കയിൽ, ബഷീർ CP തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് ആഘോഷവരവ് സംഘടിപ്പിച്ചു. കോട്ടൂളി നെല്ലിക്കോട് പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷവരവ് നടന്നത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായ കോട്ടൂളി നെല്ലിക്കോട് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ് പട്ടേരി പൈപ്പ് ലൈൻ റോഡിലെ കുന്നത്ത് ധനരാജിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ചു. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് കമ്മിറ്റി കൺവീനർ സുധീന്ദ്രദാസ് കേലാട്ട്, MP രമേശ്, സുരേഷ് ബാബു എടക്കോത്ത്, PP മുകുന്ദൻ, വിനയകുമാർ കുന്നത്ത്, സുനിൽ പുത്തലത്ത്, അനിൽകുമാർ ചാലിൽ, MD ജഗന്നാഥൻ എന്നിവർ നേതൃത്വം നൽകി. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീയും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രനും ഘോഷയാത്രയിൽ പങ്കെടുത്തു. ചെണ്ടമേളവും കുതിരക്കാവടി, വിളക്കാട്ടം, മാലാഖയാട്ടം തുടങ്ങിയ നൃത്തരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് നിറം പകർന്നു. ക്ഷേത്രാങ്കണത്തിലെ വിവിധ വേദികളിലായി പ്രാദേശിക കലാപരിപാടികളും ഗുരുദേവചരിതം ചാക്യാർകൂത്തും കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ് നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് 15-ന് തറക്കല്ലിടും. തിരുവമ്പാടി പുന്നക്കലിൽ നിർമ്മിക്കുന്നത് 120 കോടിയുടെ പദ്ധതിയാണ്. ഇന്ന് 17 വിഷയങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഭംഗിയായി പ്രവർത്തിക്കുക മാത്രമല്ല, അതിന്റെ നന്മ തന്നെ ജനങ്ങൾക്ക് അപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹെൽപ്പിംഗ് ഹാൻഡ്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി പുന്നക്കലിൽ ആരംഭിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസിന്റെ തറക്കല്ലിടൽ 15-ന് വൈകിട്ട് 3-ന് നടക്കുമെന്ന് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ PK അഹമ്മദും ഡോക്ടർ KP ഹുസൈനും അറിയിച്ചു. പ്രിയങ്ക ഗാന്ധി MP മുഖ്യാതിഥിയാകും. അപകടങ്ങളാലും പക്ഷാഘാതത്താലും മറ്റും ശരീരം തളർന്ന് വീടുകളിൽ ഒതുങ്ങിപ്പോയവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിക്കുന്ന ജീവകാരുണ്യ പദ്ധതിയാണ് IRE. ഏകദേശം 120 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന സെന്ററിന്റെ ആദ്യഘട്ട നിർമ്മാണം 2029-ൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് 17 വ്യത്യസ്തമായ പദ്ധതികളിലൂടെ കേരളത്തിലുടനീളം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡ്രോൺ ഷോയിൽ ജിടെക്കിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വേടനും ഹനാൻ ഷായും അവതരിപ്പിച്ച സംഗീത വിരുന്ന് കാണികൾക്ക് ആവേശമായി. ആലാപനവും ആവേശവും ദൃശ്യവിസ്മയവും തീർത്ത ആഘോഷരാവിൽ ജിടെക്കിന്റെ പുതിയ ലോഗോ സമർപ്പിച്ചു. ജിടെക് എഡ്യൂക്കേഷൻ 25-ാം വാർഷികാഘോഷം വേടന്റെയും ഹനാൻ ഷായുടെയും സംഗീത വിരുന്ന് സാക്ഷിയാക്കിയായിരുന്നു. കോഴിക്കോട് ഞെട്ടും എന്ന ടാഗ്ലൈൻ അനർത്ഥമാക്കും വിധമായിരുന്നു ചൊവ്വാഴ്ച കോഴിക്കോട് ബീച്ചിലെ സംഗീത ദൃശ്യവിസ്മയം. ഹനാൻ ഷായുടെ മെലഡി ഗാനങ്ങളോടെ തുടക്കമിട്ട പരിപാടി വേടന്റെ തീ പാറുന്ന ഗാനത്തോടെയാണ് സമാപിച്ചത്. കുരുങ്ങുന്നത് നീയാണോ അതോ ഞാനാണോ അതോ നീയാണോ നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ നീയാണോ ആരാണോ ആരാണോ. പരിപാടിയുടെ ആദ്യ പകുതിയോടെ ജിടെക് ലോഗോ ഡ്രോൺ ഷോയിലൂടെ പ്രകാശനം ആകാശത്ത് വിരിഞ്ഞു. ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരന്റെ അവതരണത്തിലൂടെ നടത്തിയ ലോഗോ ഡ്രോൺ ഷോ അവിസ്മരണീയമായി. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, മേയർ O സദാശിവൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജിടെക് ചെയർമാൻ മെഹറൂഫ് മണലൊടി, ഭാര്യ വഹീദ മെഹറൂഫ്, മക്കളായ മെഹന ഹിലാൽ, മിഷാൽ അബൂബക്കർ, മരുമകൻ ഹിലാൽ, ബിസിനസ് രംഗത്തെ പ്രമുഖരായ AK ഫൈസൽ, AK ഷാജി, സക്കീർ ഹുസൈൻ, RG വിഷ്ണു, മുഹമ്മദ് കുട്ടി മക്ക ഹൈപ്പർ, ഷംസുദ്ദീൻ നെല്ലറ, പോളണ്ട് മൂസ ഹാജി, ഹിലാൽ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. We want to set up the first private university in Kerala. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ്ബ് ബേപ്പൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസ് ബേപ്പൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വീൽ ചെയർ നൽകി. ബേപ്പൂർ പാലിയേറ്റീവ് പ്രസിഡന്റ് T. അഹമ്മദ് കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് P. ചന്ദ്രൻ, ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി സനോൺ ചക്യാട്ട, വാർഡ് കൗൺസിലർ കൊല്ലരത്ത് സുരേഷൻ, പേരോത്ത് പ്രകാശൻ, മുരളി ബേപ്പൂർ, CK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ സേവനം ലയൺസ് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന, ഇന്റർനാഷണൽ സംഘടന. പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യുന്ന സേവനങ്ങളൊന്നും ചിലപ്പോൾ പലപ്പോഴും അത് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കോളുന്നില്ല. പല സേവനങ്ങളും അങ്ങനെയുള്ള കൈകളിൽ എത്താറില്ലായിരുന്നു. പക്ഷേ അത് യഥാർത്ഥ അർഹതപ്പെട്ട കൈകളിൽ എത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷവും ആ ഒരു സംതൃപ്തിയും ഉണ്ടായത്. ആ ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ നമ്മൾ ഈ ഒരു സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് പറയുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഹഫ്സി അസീസ് രചിച്ച സമാന്തര രേഖകൾ എന്ന കവിതാ സമാഹാരം കവി PP ശ്രീധരൻ ഉണ്ണി പ്രകാശനം ചെയ്തു. ആദ്യ കോപ്പി കോർപ്പറേഷൻ കൗൺസിലർ KC ശോഭിത ഏറ്റുവാങ്ങി.
പ്രകാശന ചടങ്ങിൽ PI അജയൻ അധ്യക്ഷനായിരുന്നു. സത്യൻ മാടാക്കര, റഷീദ് കാഞ്ഞിരാട്ട്, ഹഫ്സി അസീസ്, സതീഷ് കെ സതീഷ്, KM പ്രകാശിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സാഹിത്യ സ്നേഹികളും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പുതിയൊരു ചുവടുവയ്പുമായി കോഴിക്കോട് കോർപ്പറേഷനിൽ കുറ്റിച്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ. സ്റ്റുഡന്റ് ഹരിത സേന, NSS എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിൽ സ്വാപ്പ് ഷോപ്പ് ആരംഭിച്ചത്. ഉപയോഗിക്കാതെ ഇരിക്കുന്നതും എന്നാൽ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്നതുമായ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള സ്വാപ്പ് ഷോപ്പിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറ ജാഫർ നിർവഹിച്ചു. സ്കൂളിലെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന നെയിം സ്ലിപ്പ് പ്രകാശനവും ചടങ്ങിൽ നടന്നു. അഡ്വക്കേറ്റ് സാറ ജാഫർ വിദ്യാർത്ഥികൾക്ക് നെയിം സ്ലിപ്പുകൾ നൽകി പ്രകാശനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ പദ്ധതികൾ ഗുണഭോക്താക്കൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി OR കേളു. എക്സ് സർവീസ് ലീഗ് 60ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 14 ശനിയാഴ്ച മഹാറാലിയോടുകൂടി തുടക്കമാകും. $120 കോടിയുടെ പദ്ധതികളുമായി ഹെൽപ്പിംഗ് ഹാൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് തിരുവമ്പാടിയിൽ തുടക്കമാകുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷവരവ് ശ്രദ്ധേയമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.